സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണമെന്ന് കോടതി പറഞ്ഞു. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഉത്തരവും ഉണ്ടാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ സരിത നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. പൊതുപ്രവർത്തകൻ PD ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഹർജി വിജിലൻസ് കോടതിയുടെ പരിധിയിൽ വരില്ലെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി തള്ളി. തടസ്സ ഹർജിക്കായി 10 ദിവസം ആവശ്യപ്പെട്ടെങ്കിലും കോടതി വഴങ്ങിയില്ല. മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും ഉൾപ്പെടെ 8 പേർക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. കോടതിയുടെ മുമ്പിൽ വരുന്ന കേസുകൾ വളരെ വ്യക്തമായി പരിശോധിച്ച് അത് അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവിടാനുള്ള പവർ സുപ്രീം കോടതി അടക്കം ഉള്ളവർ നൽകിയിട്ടുള്ളതാണ്. അതാണ് എൻ്റെ കടമ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഇത് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനാണ്. പോലീസ് ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇതാണ് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് DVSPയുടെ നേതൃത്വത്തിൽ ത്വരിതാന്വേഷണം നടത്തിയാൽ പോരെയെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി പരിഗണിച്ചില്ല. മുൻമന്ത്രി ഗണേഷ് കുമാർ, ആര്യൻ മുഹമ്മദിന്റെ സെക്രട്ടറി PA കേശവൻ, ഗണേഷ് കുമാറിന്റെ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരായിരുന്ന ജിക്കുമോൻ, ഡെനി ജോപ്പൻ, സരിത S നായർ എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്നും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും തുല്യനീതി നടപ്പാക്കണമെന്നും കോടതി ഓർമ്മപ്പെടുത്തി. അസാധാരണ ചോദ്യങ്ങൾക്ക് അസാധാരണ ഉത്തരം ഉണ്ടാകാമെന്ന ബീർബലിന്റെ ഉദ്ധരണി ചൂണ്ടിക്കാട്ടിയായിരുന്നു തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏപ്രിൽ 14-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഹൈക്കമാൻഡിനോട് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദും പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. അതേസമയം പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ചയ്ക്ക് ശേഷമേ എന്തെങ്കിലും പ്രതികരിക്കൂ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും കോട്ടയത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട്, ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസ്സാക്ഷിയുടെ ശക്തി. ഞാൻ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും, ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കും, എന്നിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ഈ വിജിലൻസ് കോടതി CM പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കണം. ഏത് അന്വേഷണത്തിനും സംസ്ഥാന മുഖ്യമന്ത്രി അതുപോലെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു വിഷയം വന്ന നിലയ്ക്ക് അദ്ദേഹവുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും മറ്റു മുതിർന്ന നേതാക്കളുമായും സംസാരിച്ചെടുക്കുക. കാരണം കേരളത്തിലെ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരുമായി സംസാരിച്ചതിന് ശേഷമേ മറ്റൊരു പ്രതികരണത്തിലേക്ക് പോകാനാവൂ. കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ തന്നെ നാണക്കേടിലേക്ക് തള്ളിവിട്ട സംഭവത്തിൽ ഘടകകക്ഷികൾ മൗനം പാലിക്കരുതെന്നും പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് LDF കടക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. ചെറിയ പോക്കറ്റടിക്കാരനെ വലിയ പോക്കറ്റടിക്കാരൻ കൊള്ളയടിച്ചതുപോലെയാണ് സരിതയെ മുഖ്യമന്ത്രി കബളിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. ബാബുവിൻ്റെ രാജി സ്വീകരിക്കാതിരുന്ന ഉമ്മൻചാണ്ടി താൻ രാജിവെക്കേണ്ടതില്ല എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ ഒരു നിലപാടാണത്. ജനാധിപത്യത്തോടും ജനാധിപത്യ രീതികളോടും നിയമത്തോടും നിയമവാഴ്ചയോടും നീതിന്യായ സംവിധാനത്തോടും തെല്ലെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ വേണ്ടത് രാജിവെച്ച് അന്വേഷണത്തെ നേരിടലാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ട ബാധ്യത ഘടകകക്ഷികൾക്കുണ്ട്. കാരണം നാടാണാകെ അവമാനത്തിലാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു അന്വേഷണം നടക്കുമ്പോൾ. അപ്പോൾ തങ്ങളുടെ നേതാവിൻ്റെ മേലെയുള്ള അന്വേഷണം എങ്ങനെ നടക്കണമെന്നതിനെക്കുറിച്ച് UDFിലെ ഘടകകക്ഷികളുടെ പ്രതികരണം വരണം. തൃശ്ശൂരിലെ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരായും ഇലക്ട്രിസിറ്റി മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരായും
ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണം എന്ന ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും ഉടനെ രാജിവെക്കാൻ തയ്യാറാവണം. മുഖ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭണത്തെ ഈ ഗവൺമെൻറ് നേരിടേണ്ടതായിട്ട് വരും. ചെറിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റ് വലിയ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് തട്ടിപ്പുകാരിയായ സരിതയെ തട്ടിച്ച് ഉമ്മൻചാണ്ടി കാശ് അടിച്ചെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി വിധി മാനിച്ച് അധികാരം വിട്ടൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭണം ആയിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് കെ കരുണാകരൻ മുതൽ KM മാണി വരെയുള്ളവരെ എല്ലാം രാജിവെപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കേസിൽ കേസെടുക്കാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടും രാജിവെക്കില്ലെന്ന നിലപാടിലാണ്. ധാർമ്മികതയിലുപരി മനസാക്ഷിയാണ് വലുതെന്ന വാദവുമായാണ് തൻ്റെ നിലപാടിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട്, ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസാക്ഷിയുടെ ശക്തി. ധാർമ്മികതയല്ല പ്രശ്നം, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള മനസാക്ഷിയാണ് തൻ്റെ കരുത്തെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി പക്ഷേ കോൺഗ്രസ് ചരിത്രം പോലും വിസ്മരിക്കുന്നു. 1977 രാജ്യം കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെതിരെ പരാമർശം നടത്തിയപ്പോൾ കരുണാകരൻ രാജിവെച്ച് മാതൃക കാണിച്ചു. 90കളിൽ ചാരക്കേസ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചു. അന്ന് DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ഹൈക്കോടതി പരാമർശം നടത്തിയപ്പോൾ ശ്രീവാസ്തവയെ സംരക്ഷിക്കുന്ന കെ കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൽ കലാപമുണ്ടാക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി. 2005 വനം വകുപ്പിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശത്തെ തുടർന്ന് വനമന്ത്രിയായിരുന്ന KP വിശ്വനാഥനോട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജി ആവശ്യപ്പെട്ടതാണ് അടുത്ത സംഭവം. ബാർ കേസിൽ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് KM മാണിയുടെ രാജി സ്വീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന മനസാക്ഷി സിദ്ധാന്തം തടസ്സമായില്ല. K ബാബുവിനെതിരെ ഹൈക്കോടതി പരാമർശമുണ്ടായപ്പോൾ ബാബുവിന്റെ രാജി സ്വീകരിക്കാതിരിക്കുന്നതിനായി മേൽക്കോടതിയെ സമീപിക്കുക എന്ന പുതിയ തന്ത്രം ഉമ്മൻചാണ്ടി പയറ്റി. ഇപ്പോൾ ഇതാ കേരള ചരിത്രത്തിലാദ്യമായി ഒരു കോഴക്കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ FIR ഇടാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ ധാർമ്മികത വിഷയമല്ല. മനസാക്ഷിക്ക് മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്ന ന്യായം മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളം ഓർക്കുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് 2 തവണ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച കെ കരുണാകരനെയാണ്. ന്യൂസ് ഡെസ്ക്. തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജിലൻസ് കോടതി ജഡ്ജിന്റെ ശവമഞ്ചമേറിയാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യാടൻ്റെയും രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിച്ചതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോഴിക്കോട്ടും മലപ്പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സോളാർ കമ്മീഷന് മുന്നിൽ സരിത നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കന്റോൺമെന്റ് ഗേറ്റിന് സമീപത്തുണ്ടായിരുന്ന ബാരിക്കേഡുകൾ വലിച്ചൊലിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ലാത്തിച്ചാർജും കണ്ണീർ വാതകവും ഗ്രനേഡും. അതിനിടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് കല്ലെറിഞ്ഞത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്. വി ശിവൻകുട്ടി MLAയും CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനുമെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ച ശേഷമാണ് സംഘർഷത്തിന് അയവ് വന്നത്. പോലീസ് അതിക്രമത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ IP ബിനു, ജില്ലാ സെക്രട്ടറി I സാജു എന്നിവരടക്കം 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയുടെയും ആര്യാടന്റെയും രാജി ആവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ചാടിക്കയറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപത്തെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPI പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അതേസമയം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് കുരുമുളക് സ്പ്രേയും പ്രയോഗിച്ചു. മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ 5 പരിപാടിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. പൂക്കോട്ടുംപാറയിൽ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കേസ് അട്ടിമറിക്കാനായി ഉമ്മൻചാണ്ടി തന്റെ അമ്മയെ ഫോണിൽ വിളിച്ചതായി സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ഇതേ ആവശ്യമുന്നയിച്ച് ബന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും വിളിച്ചുവെന്നും സരിത പറഞ്ഞു. 30 പേജുള്ള കത്ത് 4 പേജാക്കിയത് നേതാക്കളുടെ ഫോൺ വിളികളെ തുടർന്നാണെന്നും സരിത ഇന്നും സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. മുഖ്യമന്ത്രിയും മന്ത്രി ആര്യാടൻ മുഹമ്മദും കോഴ വാങ്ങിയെന്ന സരിതയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ തുടർച്ചയാണ് ഇന്നും സോളാർ കമ്മീഷനിൽ ഉണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലിരിക്കെയാണ് താൻ 30 പുറം വരുന്ന പരാതിക്കത്ത് തയ്യാറാക്കിയത്. പിന്നീട് തന്നെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയപ്പോൾ ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാർ കാണാൻ വന്നു. പരാതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു. സരിത വഴങ്ങാതിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പു പറഞ്ഞതായും പ്രദീപ് കുമാർ പറഞ്ഞു. സരിതയുടെ അമ്മയെയും മുഖ്യമന്ത്രി വിളിച്ചിരുന്നതായും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി പലതവണ വിളിച്ചിരുന്നുവെന്നും സരിത കമ്മീഷനിൽ വെളിപ്പെടുത്തി. ഇത് സംബന്ധിച്ച സാക്ഷികളും തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും അത് കമ്മീഷനിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും സരിത അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ഉത്തരവ് വന്ന സാഹചര്യത്തിൽ വിജിലൻസ് കോടതിയിൽ ആവശ്യമായ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞത് വാങ്ങിയ പണം തിരിച്ചു കൊടുത്താൽ സരിതയുടെ കേസുകൾ തീരും. അതിലേക്കുള്ള കാര്യങ്ങൾക്കായി തമ്പാനൂർ രവിയും ബെന്നി ബെഹനാൻ MLA ഉണ്ടെന്നാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത്. മുഖ്യമന്ത്രി എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ട്. ഈ കേസിൽ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരുമ്പോൾ നിന്റെ കേസൊക്കെ തീർക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷേ വാക്ക് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. സരിതയുടെ അറസ്റ്റിന് ശേഷമാണ് ടീം സോളാർ കമ്പനിയെക്കുറിച്ച് അറിയുന്നത് എന്ന് മുഖ്യമന്ത്രി സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി പച്ചക്കള്ളമാണെന്ന് സരിത കമ്മീഷനെ അറിയിച്ചു. 2012 PC വിഷ്ണുനാഥ് MLAക്ക് തന്നെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അന്ന് ടീം സോളാറിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിഷ്ണുനാഥിനോട് പറയുകയും ചെയ്തിരുന്നുവെന്നും സരിത കമ്മീഷനോട് പറഞ്ഞു. പിന്നീട് വിഷ്ണുനാഥിന്റെ മണ്ഡലത്തിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടർക്ക് നൽകിയ കത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമുള്ള കമ്പനി എന്ന് എഴുതിയിരുന്നതായി സരിത കമ്മീഷനെ അറിയിച്ചു. 3 മണിയോടെ അവസാനിച്ച സരിതയുടെ വിസ്താരം നാളെയും തുടരും. H ഷാജഹാനോടൊപ്പം KM ഉമേഷ്, കൊച്ചി. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്നും പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വിവരങ്ങളുമായി സാലിം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലിം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പുതിയ മൊഴികളുടെ കൂടി പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നവകേരള മാർച്ച് പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തുന്നത്? സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം വന്നതടക്കമുള്ള പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ജാഥയുടെ ആവേശത്തിന് വലിയ വർധനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ ജാഥ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴും ഓരോ പുതിയ വാർത്തകൾ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ രാഷ്ട്രീയ ജീർണ മുഖം തുറന്നു കാട്ടുന്നത് വരുന്നു എന്നുള്ള ആവേശത്തിലാണ് CPM പ്രവർത്തകർ. രാവിലെ മുതൽ മണ്ണാർക്കാട് നിന്ന് ജാഥ ആരംഭിച്ചത് മുതൽ തുടർന്ന് കോങ്ങാട് സ്വീകരണം എത്തിയപ്പോഴും വിഭിന്നങ്ങളായ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിന്റെ ആവേശം എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രകടമാണ്. ആയിരങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പിണറായി 2 തവണ മാധ്യമങ്ങളെ കണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ജാഥ BPL കൂട്ടുപാത, മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ BPL കൂട്ടുപാതയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് പാലക്കാട് കോട്ടമൈതാനിയിലെ സ്വീകരണ സ്ഥലത്തേക്ക് പുറപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി ഈ പ്രസംഗങ്ങളിലെല്ലാം സോളാറുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ഉള്ള ഇതില്ല. ഇനി ഉയർന്ന ധാർമ്മികത പ്രശ്നമായി ഇത് ഉയർന്നു വരുന്നുണ്ട്. ബാബുവിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെയുള്ള ന്യായങ്ങൾക്കോ കുതന്ത്രങ്ങൾക്കോ ഇനി അവസരമില്ല. കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പിണറായി അല്പം മുമ്പ് ആവശ്യപ്പെട്ടത്. ഇനി അല്പസമയത്തിനകം BPL കൂട്ടുപാതയിൽ പിണറായിയുടെ സമ്മേളനം ആരംഭിക്കും. ശരി, സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള മാർച്ചിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്. മുഖ്യമന്ത്രി ഈ പശ്ചാത്തലത്തിൽ ഉടൻ രാജിവെക്കണമെന്ന് നവകേരള മാർച്ച് നയിക്കുന്ന പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.